ഹായ്, പ്ലെൻറ്റി ഓഫ് നോളജ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്ററായ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ടിൻ്റെ ആദ്യത്തെ 2 പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത 2 പാരഗ്രാഫ് പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ നല്ലോണം പഠിക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവാം. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. ചട്ട്പട്ട് തേജ് തേജ് ചൽത്താ ഥാ, നട്ട്ഖട്ട് ധീരെ ധീരെ. ചട്ട്പട്ട് തേജ് തേജ് ചൽത്താ ഥാ. തേജ് എന്ന് പറഞ്ഞാൽ വേഗം, പെട്ടെന്ന്. അപ്പം ചട്ട്പട്ട് എങ്ങനെയാണ് നടന്നിരുന്നത്? വേഗം. ചട്ട്പട്ട് വേഗം നടക്കുമായിരുന്നു. നട്ട്ഖട്ട് ധീരെ ധീരെ. ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ. ധീരെ പതുക്കെ. നട്ട്ഖട്ട് ആണെങ്കിലോ പതുക്കെ. ചട്ട്പട്ട് വേഗം നടക്കുമായിരുന്നു. നട്ട്ഖട്ട് പതുക്കെ. छटपट बरगद तक पहुँच जाता, तब तक नटखट पोकर तक ही पहुँचा होता. എന്താ അർത്ഥം എന്നറിയോ? ചട്ട്പട്ട് ബർഗത് തക് പഹുഞ്ചാത്ത. ബർഗത് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? വടവൃക്ഷം, ആൽമരം അല്ലേ? ആൽമരത്തിനൊക്കെയാണ് പറയാം. തക്ക് എന്ന് പറഞ്ഞാൽ വരെ. പഹൂഞ്ച് ചാത്ത എത്തിച്ചേരുക. അപ്പോൾ ചട്ട്പട്ട് ബർഗത് തക് പഹുഞ്ചാത്ത. ചട്ട്പട്ട് ആൽമരത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ചേരുമ്പോൾ തബ് തക് നട്ട്ഖട്ട് പോക്കർ തക് ഹി പഹുഞ്ചാ ഹോത്ത. അപ്പോഴേക്കും നട്ട്ഖട്ട് പോക്കർ തക്. പോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? കുളം. പോക്കർ തക് കുളം വരെ മാത്രമേ പഹുഞ്ചാ ഹോത്ത എത്തിച്ചേരുമായിരുന്നുള്ളൂ. ഒന്നുകൂടെ നോക്കാം. ചട്ട്പട്ട് ബർഗത് തക് പഹുഞ്ചാത്ത, തബ് തക് നട്ട്ഖട്ട് പോക്കർ തക് ഹി പഹുഞ്ചാ ഹോത്ത. ചട്ട്പട്ട് വടവൃക്ഷത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താ? നട്ട്ഖട്ട് കുളം വരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? കുളം അല്ലേ? പിന്നെ ആൽമരം, വയൽ, പൂന്തോട്ടം, അരുവി, നദി. ഇതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ലൈൻ വായിക്കാം. ചട്ട്പട്ട് ബാഗ് തക് പഹുഞ്ച് ജാത്ത, തബ് തക് നട്ട്ഖട്ട് ഖേത് തക് ഹി പഹുഞ്ചാ ഹോത്ത. ചട്ട്പട്ട് ബാഗ് തക്. ബാഗ് തന്നെ പൂന്തോട്ടം. ബാഗ് തക് പൂന്തോട്ടം വരെ. ചട്ട്പട്ട് പൂന്തോട്ടം വരെ എത്തുമ്പോൾ തബ് തക് നട്ട്ഖട്ട് ഖേത്ത് തക് ഹി പഹുഞ്ചാ ഹോത്ത. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലല്ലേ? ഖേത്ത് തക് വയൽ വരെ. നട്ട്ഖട്ട് അപ്പോൾ വയൽ വരെ എത്തുമായിരുന്നുള്ളൂ. ചട്ട്പട്ട് ബാഗ് തക് പഹുഞ്ചാത്ത, തബ് തക് നട്ട്ഖട്ട് ഖേത്ത് തക് ഹി പഹുഞ്ചാ ഹോത്ത. ചട്ട്പട്ട് പൂന്തോട്ടം വരെയൊക്കെ എത്തുമ്പോൾ നട്ട്ഖട്ട് വയൽ വരെ മാത്രമേ എത്തുമായിരുന്നുള്ളൂ. ചട്ട്പട്ട് നദി തക് പഹുഞ്ചാത്ത, തബ് തക് നട്ട്ഖട്ട് നാലെ തക് ഹി പഹുഞ്ചാ ഹോത്ത. ചട്ട്പട്ട് നദി തക് പഹുഞ്ചാത്ത, തബ് തക് നട്ട്ഖട്ട് നാലെ തക് ഹി പഹുഞ്ചാ ഹോത്ത. ഒരു പാടുമില്ലല്ലേ? പെട്ടെന്ന് അറിയാൻ പറ്റും. ചട്ട്പട്ട് നദി വരെ എത്തുമ്പോൾ നട്ട്ഖട്ട് എവിടെ വരെ എത്തുമായിരുന്നേ? അരുവി വരെ അല്ലെങ്കിൽ തോട് വരെ മാത്രമേ എത്തുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിക്കോളെ, ചട്ട്പട്ട് വളരെ വേഗത്തിലും നട്ട്ഖട്ട് വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മാँ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है. माँ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है. माँ की हिदायत थी. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം. മാँ की हिदायत थी. അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. കി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെന്നാൽ എന്നർത്ഥം. അമ്മയുടെ നിർദ്ദേശം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. माँ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है. छोटे भाई എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരൻ. ധ്യാൻ രഖന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ചട്ട്പട്ട് കോ ചോട്ടെ ഭായി കാ ധ്യാൻ രഖന ഹേ. ചട്ട്പട്ട് അനുജനായ നട്ട്ഖട്ടിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിർദ്ദേശം കൂടെ ഉണ്ട്. നട്ട്ഖട്ട് കോ അപ്നെ സാത്ത് ഹി രഖന ഹേ. അപ്പനെ സാത്ത് ഹി രഖന. അപ്പനെ സാധന തൻ്റെ കൂടെ. രഖന കൂടെ തന്നെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ തന്നെ നിർത്താൻ വേണ്ടി. നട്ട്ഖട്ട് കോ അപ്പനെ സാത്ത് ഹി രഖന ഹേ. തൻ്റെ കൂടെ തന്നെ നിർത്തണം. നട്ട്ഖട്ടിനെ തൻ്റെ കൂടെ തന്നെ നിർത്തണമെന്നും അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അമ്മയുടെ നിർദ്ദേശം? നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടില്ല. ഇളയ സഹോദരൻ നല്ലോണം ശ്രദ്ധിക്കണം. തൻ്റെ കൂടെ തന്നെ എപ്പോഴും നിർത്തണം. അതൊക്കെയാണ്. അപ്പോൾ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. തേസ് വേഗത്തിൽ, ധീരെ പതുക്കെ, പഹൂഞ്ചന എത്തിച്ചേരുക, ഹിദായത്ത് നിർദ്ദേശം, ധ്യാൻ രഖന ശ്രദ്ധിക്കുക, അപ്നെ സാത്ത് തൻ്റെ കൂടെ. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. इसलिए छटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता.
ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ചട്പട്ട് കോ ചട്പടിനെ, ആകെ നിക്കൽ ജാനെ പർ, ആകെ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ആകെ നിക്കൽ ജാനെ പർ എന്നാൽ മുമ്പോട്ട് പോയാലും, ആകെ മുമ്പിൽ, നിക്കൽ ജാന എന്ന് പറഞ്ഞാൽ പോവുക അല്ലേ, മുമ്പോട്ട് പോയാലും, പീച്ചെ മുട്കർ ദേഖ്ന പടുത്ത, പീച്ചെ എന്ന് പറഞ്ഞാൽ പുറകിൽ, മുട്കർ ദേഖ്ന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക. അപ്പോൾ പീച്ചെ മുട്കർ ദേഖ്ന പടുത്ത എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇസ്ലിയെ ചട്പട്ട് കോ ആകെ നിക്കൽ ജാനെ പർ പീച്ചെ മുട്കർ ദേഖ്ന പടുത്ത, അതുകൊണ്ട് ചട്പട്ട് മുന്നോട്ട് പോയാലും നട്കട്ടിനെ തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. പിന്നെയോ, ഉന്നെ നട്കട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹ്നാ പടുത്ത, ഉന്നെ അവന്, നട്കട്ട് കോ നട്കട്ടിനെ, പുകാർ കർ വിളിച്ചിട്ട്, പുകാറിനെ പറഞ്ഞാൽ വിളിക്കുക, വിളിച്ചിട്ട്, ജൽദി ചലനെ കെ ലിയെ, ജൽദി എന്ന് പറഞ്ഞാൽ വേഗം, പെട്ടെന്ന്, ജൽദി ചലനെ കെ ലിയെ വേഗം വരാൻ വേണ്ടി, കഹനാ പടുത്ത പറയേണ്ടി വരുമായിരുന്നു. എന്താണ്? ഉന്നെ നട്കട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പടുത്ത, അവൻ നട്കട്ടിനെ വിളിച്ചിട്ട് വേഗം വരാനായി പറയേണ്ടി വരുമായിരുന്നു. ബാർ ബാർ രുക് കർ നട്കട്ട് കാ ഇന്തസാർ കർണാ പടുത്ത, ബാർ ബാർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, വീണ്ടും വീണ്ടും, രുക് കർ നിന്നിട്ട്, രുക്കിനാന്ന് പറഞ്ഞാൽ നിൽക്കുക, രുക് കർ നിന്നിട്ട്, നട്കട്ട് കാ ഇന്തസാർ കർണാ പടുത്ത, ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, നട്കട്ട് കാ ഇന്തസാർ, നട്കട്ടിനെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അല്ലേ, നട്കട്ട് കാ ഇന്തസാർ കർണാ പടുത്ത, ബാർ ബാർ രുക് കർ നട്കട്ട് കാ ഇന്തസാർ കർണാ പടുത്ത, വീണ്ടും വീണ്ടും നിന്നിട്ട്, ഇടയ്ക്കിടെ നിന്നിട്ട് നട്കട്ടിനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നു. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. कभी स्कूल जाने के लिए, कभी എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചിലപ്പോൾ, സ്കൂൾ ജാനെ കെ ലിയെ സ്കൂളിൽ പോകാൻ, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ, ദേരി ഹോത്തി ദേഖ്, ദേരി ഹോത്തി എന്നാൽ താമസിച്ചു, ഇപ്പോൾ ദേഖ് എന്ന് ഇവിടെ പറയുന്നത് വെച്ചാൽ താമസിച്ചു എന്ന് കണ്ടാൽ, കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ പോകാൻ താമസിച്ചു എന്ന് കണ്ടാൽ, നട്കട്ട് കാ ഹാത്ത് പകഡ്കർ, ഹാത്ത് പകടന വെച്ചാൽ കൈ പിടിക്കുക, ഹാത്ത് കൈ, നട്കട്ട് കാ ഹാത്ത് പകഡ്കർ അപ്നെ സാത്ത് ദൗഡാനാ ഭി പടുത്ത, അർത്ഥം നോക്കാം. നട്കട്ട് കാ ഹാത്ത് പകഡ്കർ അപ്നെ സാത്ത് ദൗഡാനാ ഭി പടുത്ത, നട്കട്ടിൻ്റെ കൈ പിടിച്ചിട്ട് തൻ്റെ കൂടെ ഓടിച്ചു കൊണ്ടുപോകേണ്ടതായും വരുമായിരുന്നു. അപ്പനെ സാത്ത് ദൗഡാനാ ഭി പടുത്ത, തൻ്റെ കൂടെ, തൻ്റെ ഒപ്പം ഓടിച്ചു കൊണ്ടുപോകേണ്ടതായും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകഡ്കർ അപ്പനെ സാത്ത് ദൗഡാനാ ഭി പടുത്ത, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ താമസിച്ചു എന്ന് കണ്ടാൽ നട്കട്ടിൻ്റെ കൈ പിടിച്ച് തൻ്റെ ഒപ്പം ഓടിച്ചു കൊണ്ടുപോകേണ്ടതായും വരുമായിരുന്നു. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता, माँ छोटा बहुत परेशान करता है. झटपट परेशान हो जाता, परेशान എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. അപ്പോൾ झटपट परेशान हो जाता और झटपट വിഷമിച്ചു പോവുകയും, घर लौटकर माँ से शिकायत करता, ലൗട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, ഘർ ലൗട്ട് കർ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട്, മാസേ ഷിക്കായത്ത് കർത്ത, ഷിക്കായത്ത് എന്ന പരാതി, മാസേ ഷിക്കായത്ത് കർത്ത അമ്മയോട് പരാതി പറഞ്ഞു. മാ ഛോട്ടാ ബഹുത് പരേഷാൻ കർത്താ ഹെ, അമ്മേ അനുജൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഛോട്ടാ എന്ന് പറയുമ്പോൾ അനുജൻ, ചെറുതെന്നുള്ള അർത്ഥമല്ലേ, അപ്പോൾ അനിയൻ. ബഹുത്ത് പരേഷാൻ കർത്താ ഹെ, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता, माँ छोटा बहुत परेशान करता है. झटपट വിഷമിച്ചു പോവുകയും വീട്ടിലെത്തിയിട്ട് അമ്മയോട് പരാതി പറയുകയും ചെയ്യുമായിരുന്നു. മാ, അമ്മേ, ഛോട്ടാ ബഹുത് പരേഷാൻ കർത്ത, അനുജൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയും, ഛോട്ടാ ഹേനാ, മാ മുസ്കുരാ ദേത്തി और बड़े को तो छोटे का ध्यान रखना ही पड़ता है. ഛോട്ടാ ഹേന എന്ന് പറഞ്ഞാൽ ഇളയവനല്ലേ എന്ന് പറയാണ് അമ്മ, അത് ചെറിയതല്ലേ. മാ മുസ്കുരാ ദേത്തി, അമ്മ പുഞ്ചിരിക്കും. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക.
അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറയാണ് ഔർ ബഡേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്ന ഹി പെടുത്താ ഹേ. വലിയവൻ എന്തായാലും ചെറിയവനെ ശ്രദ്ധിക്കേണ്ടി വരും. ധ്യാൻ രഖ്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടിയും വരുമല്ലോ. അപ്പോൾ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്താ, അവൻ ചെറുതല്ലേ, അപ്പോൾ അത് മാത്രമല്ല നീ വലുതാണ്, അപ്പോൾ ചെറിയവനെ നീ ശ്രദ്ധിക്കുകയും വേണം. ഈ 2 പാരഗ്രാഫുള്ള അർത്ഥം നോക്കാം. ആകെ മുന്നിൽ, പീച്ചെ പിന്നിൽ, മുഡ്ന തിരിയുക, പുകാർന വിളിക്കുക, ജൽദി വേഗം, രുക്കുന നിൽക്കുക, ഇന്തസാർ കർണ കാത്തു നിൽക്കുക, ദേരി താമസം, പരേഷാൻ ഹോന വിഷമിക്കുക, പകട്ന പിടിക്കുക, ശിക്കായത് കർണ പരാതി നൽകുക, മുസ്കുരാദേന പുഞ്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ അർത്ഥം നന്നായി പഠിക്കുക, പാഠം നന്നായി വായിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.